വക്കാനത്ത് വിസാദത്തുഹു റുക്ബത്തുഹു എന്നാണ്. റുക്ബത്തിന്റെ അർത്ഥം മുട്ടുങ്കാൽ അർത്ഥമുണ്ട്. അപ്പൊ ഇവരുടെ ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ മഹാൻ അത് അബൂ മസ്അർ. അബൂ മസ്അർ എന്ന് പറയുന്ന ആളുടെ തലയിണ മുട്ട കാൽ വെച്ചു. അതെങ്ങനെ എനിക്കറിയില്ല. മുട്ടുങ്കാല് വെച്ചിട്ട് അത്രയും നല്ല സുന്ദരമായ രീതിയിൽ ഉറങ്ങിയിട്ടില്ല. താഴ്ന്ന രൂപത്തിലാണ് അവർ ഉറക്കുണ്ടായിരുന്നത്. ഒരർത്ഥം കാന യനാമു ലഹദത്തൻ യസീറത്തൻ ബൈനൽ ളുഹരി വൽ അസ്ർ എന്നാണ്. ഉറങ്ങുകയാണെങ്കിൽ തന്നെ ളുഹ്റിസ്കാരം കഴിഞ്ഞിട്ട് അസറിന്റെ മുമ്പായി ഇടയിലെ കുറഞ്ഞൊരു സമയം ഉറങ്ങും. അങ്ങനെയുള്ള മഹാന്റെ ഉറക്കം ബാക്കിക്ക് ഫുള്ള് ഇബാദത്തിലായിരുന്നു എന്നാ പറയുന്നത്. വക്കാന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മാ നിംതു ഖത്തു, ഒരിക്കലും ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഇല്ലാ വഖിഫ്തു അൻ യൻസില അലയ്യ അദാബുൻ വഅന നായിം, ഞാൻ ഉറങ്ങുന്നു, ആ നിലയിൽ എന്റെ മേൽ ശിക്ഷ വരുമോ ഇറങ്ങുമോ എന്ന് പേടി എനിക്കുണ്ട്. അങ്ങനെ ഉറക്കലും ഞാൻ ശിക്ഷയെ ഭയന്നുകൊണ്ടായിരുന്നു ഞാൻ ഉറങ്ങിയിരുന്നത് എന്നാണ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. നമ്മളങ്ങനല്ല, നമ്മക്ക് ഉറക്കം പറഞ്ഞെങ്കിൽ എന്തൊക്കെ ചെയ്യണം. ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തയില്ല, സുഖമായിട്ട് ഉറങ്ങിന്ന് പറയും. എന്നിട്ട് പറയുന്നു, ഓരോ ഖദർത്തു അല്ല അനാമ മാനിന്തു അബദ, ഉറങ്ങാതിരിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ഒരിക്കലും ഉറങ്ങുമായിരുന്നില്ല. പക്ഷെ മനുഷ്യരുടെ ഉറക്ക് വരുമല്ലോ, അങ്ങനെ വരുമ്പോ ഞാൻ ഉറങ്ങും, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങൂലായിരുന്നു. ഹസൻ ബസരി റളിയല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നത്, അദ്റക്തു 70 റജുലൻ മിൻ അഹ്ലി ബദർ റളിയല്ലാഹു അൻഹു, ബദറിൽ പങ്കെടുത്ത 70ഓളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഹസൻ ബസരി തങ്ങൾ പറയുന്നു. ലൗ റഅൗകും, നിങ്ങളെങ്ങാനും ആ പറയുന്ന ബദരികൾ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ലഖാലു, അതൊക്കെ നമ്മളെ കുറിച്ച് പറയുന്നത് ഹസൻ ബസരി തങ്ങൾ പറയാം, ലഖാലു, ആ ബദരികൾ പറയും, ഹഉലായി മജാനീനു, ഈ കാണുന്നൊക്കെ ഭ്രാന്തന്മാരാണ്, ബുദ്ധി ഇല്ലാതെ നടക്കണ്ടെന്ന് പറയും. കാരണം അസ്ഹാബുൽ ബദരികൾ ജീവിച്ചതുപോലെ അല്ല ജീവിതം. വലോ റഅൗ മാ വഅലഹുന്നാസു, ഇവിടെ അല്ലോമ ഇന്ന് ജനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കർമ്മങ്ങളൊക്കെ അസ്ഹാബുൽ ബദരികൾ കണ്ടാൽ, ലഖാലു, അസ്ഹാബുൽ ബദരികൾ പറയും, ഹഉലാഇ ലാ യുഅ്മിനൂന ബിയൗമിൽ ഹിസാബ്, ഇവര് കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തി കണ്ടാത്തോന്നും നാളെ ഇവർക്കൊരു വിചാരണയൊന്നും ഇല്ല. അപ്പോ അത്രയൊരു വിചാരണയുമായി വിശ്വസിക്കാത്ത രൂപത്തിൽ ഒരു ജീവിതം എന്ന് തോന്നിപ്പോ. ഇതാണ് പറയാം, അവലൈസലഹുമിൽ ആഖിറത്തി മിൻ നസീബ്, ഇവർക്ക് ആഖിറത്ത് ഒരു വിഹിതവുമില്ലേ. ഇതൊക്കെയായിരിക്കും അസ്ഹാബുൽ ബദർ കണ്ടാൽ ചോദിക്കുക. അപ്പൊ ഹസൻ ബസരി തങ്ങളുടെ കാലത്തെ കഥ തന്നെ ഇങ്ങനെയാണെങ്കിൽ നമ്മളെ കാലം എത്രത്തോളം പേശെന്ന് മനസ്സിലാക്കി നോക്കാണ്. മഹാരഥന്മാർ ജീവിച്ചു പോയ രീതിയല്ല നമ്മുടെ ജീവിതം എന്നർത്ഥം. നമുക്ക് എന്ത് തോന്നി അത് നല്ലതെന്നാ തോന്നുന്നത്, ശരിയല്ല. വക്കാന അഹദുകും ലാ യഖ്റുജു മിൻ ബൈതിഹി, എന്നിട്ട് പറയുന്ന ഹസൻ ബസരി തങ്ങൾ, അസ്ഹാബുൽ പെട്ട ഒരാളും തന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകൂല. ഇല്ലാലി വുളൂഇ സലാത്തിൽ ജമാഅത്തി ഫിൽ മസ്ജിദ്, പള്ളിയിൽ പോയിട്ട് ജമാഅത്ത് നിസ്കരിക്കുക, ഒന്നുണ്ടാക്കും, ഇത്യാദി കാര്യങ്ങൾക്ക് മാത്രമാണ് വീട്ടിൽ നിന്ന് പുറത്തു പോവുക. അല്ലാത്തൊരു കാര്യങ്ങൾക്കും വീട്ടിൽ നിന്ന് പുറത്തു പോവാതെ ഇബാദത്തിലായിരുന്നു. നമ്മളോ പള്ളിയിൽ പോകാൻ നമുക്ക് അവസരമില്ല, ഒന്നുണ്ടാക്കുന്നത് പോയിട്ട് വേറെന്തൊക്കെ കാട്ടിക്കൂട്ടലുകളാ. നല്ല നേരം പൈസ ഉണ്ടാക്കിയിട്ടും പൈസ കയ്യിൽ വന്ന് വേറെ വൈക്ക് പോകാനും ടൂറടിച്ചാനും പാലിക്കാൻ നമ്മൾ പോവുക. അതേ സമയത്ത് ഈ മഹാരഥന്മാർ അങ്ങനെയല്ല, പുറത്തു പോയി നിസ്കരിക്കാനും ജമാഅത്തിൽ പങ്കെടുക്കാനൊക്കെ ആയിരുന്നു. മഹാൻ പറയുന്നു, റമഖത്തു മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല ലൈലത്തൻ, ഒരു രാത്രി ഞാൻ മൂപ്പരുമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാലിക് ബിൻ ദീനാർ തങ്ങളെ ഞാൻ ഉറക്കൊഴിച്ചുകൊണ്ട് മൂപ്പര് എന്ത് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ടതെന്താ, ബഅദൽ ഇശാഇ, ബഹുമാനപ്പെട്ട ഇശക്കാരൻ കഴിഞ്ഞിട്ട് ഒന്നുണ്ടാക്കുന്നത്. സുമ്മ യുരീദു അൻ യുസല്ലിയ, പിന്നീട് മഹാനവറുകൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുക. അതാപ്പൊ ഞാൻ കണ്ടത്. അങ്ങനെ ഖബല അലാ ലിഹിയത്തി, മഹാനവറുകൾ തന്റെ താടി പിടിച്ച് വസാറബിക്ക് മഹാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. വയതമറു ഫജ്ർ, ഫജ്ർ വരെ, സുബ്ഹി വരെ മഹാനവറുകൾ എന്തായി, താഴ്മയും വിനയമായി ഇങ്ങനെ കഴിയുകയാണ്. വാറ് ചിന്തുന്നവർ കാണുന്നില്ല. ഫലം യഖ്ദിർ യർകഉ ശൈഅൻ, മഹാനവറുകൾക്ക് എന്ത് ചെയ്തിട്ടില്ല,
അല്പസ്വല്പം ഒരു റുക്കു ചെയ്യാൻ എന്താ അവന് കഴിയുന്നില്ല. ഒലഞ്ഞെക്കുതിർ കഴിഞ്ഞിട്ടില്ല ഈ റുക്കു ചെയ്യാൻ. ഒന്ന് ശരിക്കും റുക്കു ചെയ്യാൻ ഒരൽപ്പം കഴിഞ്ഞിട്ടില്ല. നിലക്ക് ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം മഹാനവറുകളെന്ന്. ഇതായിരുന്നു അവരുടെ ജീവിത രീതികളും ചിന്തകളും. മഹാന്മാരിൽ ആരെങ്കിലും ഒരാള് എന്താകുമായിരുന്നു, രാത്രി വരെ ഇങ്ങനെ അവർ ശബ്ദങ്ങളും കോലാഹലങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും, ആഹ്ലാദത്തിലുമൊക്കെ ആയിരിക്കും. രാത്രി മുന്നിട്ട് വന്നു കഴിഞ്ഞാൽ ആ രാത്രിയിൽ അവരാരോടും മിണ്ടുന്നില്ല. പടച്ച റബ്ബിന്റെ ഹദ്റത്തിലായി അവർ കഴിഞ്ഞുകൂടുകയാണ്. അതിലേക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുമെന്ന്. അങ്ങനെ എന്താന്ന് പറയാ, പകല് വന്നു കഴിഞ്ഞാൽ ജീവിത സോലിലായി മാറി കലങ്ങി മറിഞ്ഞ നടക്കും. ആ പകൽ കിട്ട് വന്നു കഴിഞ്ഞാൽ പേടിയാണ്. എന്താ പേടി? ജനങ്ങളെ കുറിച്ചുള്ള പേടി. എന്താ പേടി വെച്ചാൽ തന്റെ ഇബാദത്ത് റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന തൊട്ട് ഈ ജനങ്ങളൊക്കെ ആകെ പേടിയാക്കുമോ, അല്ല ജോലിയാക്കുമോ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുമോ എന്ന് പകല് വന്ന പേടി. രാത്രി ആയി കിട്ടിയ അവർക്ക് സന്തോഷം. ഇങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചു പോകുന്നത്. അവര് ഇബാദത്തിൽ അങ്ങേയറ്റം എത്തിച്ചവരായിരുന്നു. അങ്ങേ അറ്റം അൽ ഖുസ്വ എന്ന് അങ്ങേയറ്റം, ഇതിന്റെ അപ്പുറമല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ആയിരിക്കും അവരിന്ന് ആരെങ്കിലും ഒരാളോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നൽ ഖിയാമത്ത് ദുഖൂമോദൻ, നാളെപ്പോ ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന് സാങ്കല്പികമായി പറയാം. അങ്ങനെ അവിടെ പറയപ്പെടുകയാണ് എങ്കിൽ ലാ യജിദു സിയാദത്തൻ അലാ മാ ഹുവ ബിഹി, അവരിപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്ന ഇബാദത്തിനേക്കാൾ കൂടുതൽ ചെയ്യാനോ കൂടുതൽ കിട്ടാൻ സാധിക്കൂല. അത്ര പേടിയാണ് കേൾക്കുന്നതെന്ന് അർത്ഥം. അങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിച്ചാൽ നമ്മളെ ചെയ്യാവുന്ന ആളാധിക്കാൻ കുത്തിരിക്കണം. അവിടെ അവസാനിക്കാൻ ഒച്ചയും പാടും മൊബൈൽ അത് കണ്ടും ഇത് കണ്ടും ഇങ്ങനെ രസിക്കാൻ നമ്മളെ പണി. ഇവരങ്ങനെ കേൾക്കുമ്പോ പേടി, റിയാത്ത് ചെയ്യാൻ കഴിയുന്നില്ല. വിഭാഗത്തിലായിക്കൊണ്ടിരിക്കുമ്പോ ഈ അവസ്ഥ. വകാന ഇബ്രാഹിമിന് അധികം റഹ്മഹുല്ലാഹു തആല കസീറമ്മാ യുസല്ലി ഇശാ, ബഹുമാനപ്പെട്ടവർ ഇബ്രാഹിം അധികം തങ്ങൾ അധികവും ഇശ നമസ്കരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ അധികം എന്താ ചെയ്യുക, സുമ്മ പ്രഭാത സമയം വരെ ഒന്ന് ഇങ്ങനെ കിടക്കും. എന്നിട്ട് പോയി അപ്പോലോ മഹാൻ പറയുന്നു, ഇന്ന ഖൗഫന്നാരി ലം യദുനി ആദിഹിൽ ലൈലത അനാമു, നരകത്തെ കുറിച്ചുള്ള എന്റെ പേടി എന്താണെന്നറിയാമോ, ഇന്നത്തെ ഈ രാത്രി ഞാൻ ഉറങ്ങുന്നവനായിട്ട് എന്നെ ഒഴിവാക്കൂല. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. വലാ ഉസലി, നിസ്കരിക്കാനും കഴിയുന്നില്ല. അപ്പോ വലാത്തക്കല്ല, സംസാരിക്കാനും കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ നമസ്കരിക്കാതെയോ സംസാരിക്കാതെയോ ദിക്റിയല്ലാതെയോ അങ്ങനെ ഉറങ്ങാനൊന്നും കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും നരകത്തെ കുറിച്ചുള്ള പേടി കൊണ്ട്. എന്നിട്ടത് പറഞ്ഞിട്ട് സുമ്മ യോക്കവും, പിന്നെ ഒപ്പര് എണീക്കൊരു സ്വലാജി സുബഹി. അപ്പൊ സുബഹി വരെ ഇങ്ങനെ കടന്ന ആലോചന ഇതാണ്. എന്നിട്ട് പിന്നെ സുബഹി നിസ്കാരത്തിലേക്ക് മഹാൻ എണീക്കും. ഒന്നും ഉണ്ടാക്കണ്ട. ഒന്നുപോലെ ഇഷാക്കിടുത്ത ഒന്നുണ്ടല്ലോ, അവിടെ ഉറങ്ങിയിട്ട് ഒന്നുമുള്ള കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒന്നു കൊണ്ട് എന്താ, ഇഷാന്റെ ഒന്നു കൊണ്ട് സുബഹി അങ്ങനെ നിസ്കരിക്കും. പിന്നെയാണ് ഇതായിരുന്നു അവർ. വക്കാല സദ്ദാദ് ബിൻ റഹ്മഹുല്ലാഹു തആല മഹാനവറുകള് ആയിരുന്നു. ഏതുപോലെ ആയിന്ന് വെച്ചാല് അടുക്ക് ചപ്പ് ചവറിൽ കൊണ്ടേറ്റതായിരിക്കുന്ന ഗോതമ്പിന്റെ മണി എങ്ങനെ ഉണ്ടാവും, അതുപോലെ ആയിരുന്നു മഹാനവർ. സുബഹി വരെ അങ്ങനെ നടക്കും. ഒഴിച്ചിട്ട് ചപ്പ് ചവർ പോലെ ഇങ്ങനെ പോവുകയാണ്, ആർക്കും വേണ്ടാത്ത രൂപത്തില്. കാരണം ഒരു ചിന്തയിലാണ്. അപ്പൊ എപ്പോഴും മഹാൻ പറയും, ഇന്ന കോപന്നാരി മനാരി, ഈ നരകത്തെ കുറിച്ചുള്ള പേടിനെ തടയുകയാണ്. അനാമ, ഞാൻ ഉറങ്ങുക. ആ ഉസല്ലിയാൽ ഞാൻ നിസ്കരിക്കരുത്. ആ ഒത്തക്കല്ലമ ആദികില്ല, ഈ രാത്രി മുന്നേ സംസാരിക്കരുത്. പിന്നെ തടഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത്ര പേടിയുണ്ട് നരകത്തെ കുറിച്ച്. ഇതായിരുന്നു മഹാന്മാരുടെ ജീവിതമെങ്കിൽ. പുൽത്തു, ഞാൻ പറയട്ടെ, ഇന്നമാ ഖാബൽ ലക്കാബിറു മിനന്നാരി, നരകത്തെ കുറിച്ചാണ് ബഹുഭൂരിഭാഗം മുന്തിയ ആളുകൾ, വലിയ വലിയ മഹാന്മാർ പേടിച്ചത്. ലിമാബീഹ, ആ നരകത്തിലുള്ള ഒരു കാരണം കൊണ്ടാണ്. ഹിജാബി അല്ലാഹി തആല, റബ്ബുൽ ഇസ്സത്തിനെ കാണാൻ കഴിയില്ലല്ലോ നരകത്തിലിട്ടാൽ, അതൊരു മറയാണല്ലോ. റബ്ബിനെ കാണാൻ കഴിയില്ലല്ലോ, ഒരൊറ്റ കാരണം കൊണ്ട് പേടിച്ചത്.
അല്ലാതെ ലാലിതാത്യ നരകത്തിന്റെ കാര്യം ഓർത്തിട്ടല്ല. നരകം എന്തെന്ന് ഓർത്തുകൊണ്ടല്ല, നരകത്തിൽ കടന്നാൽ അള്ളാനെ കാണില്ല. ഇതാണ് കാരണം. അവര് അള്ളാഹുനാകെ പേടിക്കുന്നു, അള്ളാഹെ മാത്രമുള്ളവർ ആരും പേടിക്കുന്നില്ല. ഇതുപോലെ വലിയ വലിയ മഹാരഥന്മാർ സ്വർഗത്തെ മോഹിച്ചത് എന്തിനു വേണ്ടിയിട്ടല്ല? ഹിബുകാരിന് അയിമില്ല അക്കിലിവനായി തീറ്റാകൂടി സുഖം അതുപോലത്തെ സ്വർഗത്തിലുണ്ട്, അതിനു വേണ്ടി മോഹിച്ചവരും ഇഷ്ടപ്പെട്ടവരുമല്ല. പിന്നെ അള്ളാഹു തആലയെ കാണാൻ പറ്റുന്ന വീട് സ്വർഗലോകല്ലേ, അത് വിചാരിച്ചത് സ്വർഗത്തെ ഇഷ്ടം വെച്ചത്. അങ്ങനെ റാബിയത്തുൽ അദ്വിയുടെയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം അധികം തങ്ങളൊക്കെ പാടിയത് അങ്ങനെയാണ്. റബ്ബെ നിന്നെ കാണുന്ന സ്വർഗീയ ലോകത്താണ്. ആ സ്വർഗീയ ലോകത്ത് വെച്ച് കാണുന്നതായത് കൊണ്ടാണ് സ്വർഗം മോഹിക്കുന്നത് അല്ലേ. എന്ന് റാബിയത്തുൽ അത് പാടിയതാ. തറക്തുൽ ഖൽഖ തുറം ബിറിവാക വഅയ്തംതുൽ ഖിയാല ലികൈ അറാക എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അധികം തങ്ങളും പാടിയത് അങ്ങനെ. അപ്പൊ അള്ളാഹെ കാണും. ഇതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ലഖദ് അദ്റക്തു ഖൗമൻ കാന അഅദുഹും യുസല്ലി ഹത്താ യഅതിയ ഇലാ ഫിറാശി സഹഫ. ഞാനേ കുറച്ച് ആൾക്കാരെ കണ്ടു. അവരിൽ ഒരാളെന്താന്നറിയോ, ഓരോരുത്തരൊക്കെ നിസ്കരിച്ചിട്ട് അവരവരുടെ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ ആകെ തളർന്നിട്ടുണ്ടാവും. ഒരു നിസ്കാരം കൊണ്ട് തളർന്നു പോകുന്നത്, അത്രത്തോളം ഇബാദത്ത് ചെയ്തവരുണ്ട്. എന്ന് പറയുന്നു, ലൗ കാനത്തിൽ ഇബാദത്തു ത്വാഇറൻ ലകാന ജനാഹു الصوم والصلاة. ഇബാദത്ത് പറന്നു പോകുന്നൊരു പക്ഷിയാണെങ്കിൽ, പറവയാണെങ്കിൽ അതിന്റെ ചിറക് നോമ്പ് നിസ്കാരം, ഒരു ചിറക് നോമ്പ് ഒരു ചിറക് നിസ്കാരമാവും. അങ്ങനെ കാനൂല യനാമൂന ബിശ്ശിതാഇ, അങ്ങനെ ശൈത്യകാലത്ത് ഉറങ്ങൂല. ഇല്ലാ ഫൗഖൽ അസ്തിഹത്തി, മച്ചിന്റെ മേലെ പെരന്റെ മുകളിൽ പോയിട്ട് കിടക്കുക. ഏതുപോലെ കമാ അന്നഹും കാനൂ യൽബസൂന റിഖാഖ സിയാബ്, വസ്ത്രത്തിൽ നേരിയതായിരിക്കുന്ന വസ്ത്രമാണ് അവർ ധരിച്ചത്, കട്ടി കുറഞ്ഞത്. അതെന്തിനാ? അത്തായുബിരിദ അല്ലെങ്കിൽ അത്തായുബുറുദ ആയതും പലായനാണ്. അവരിന്ന് ആരെങ്കിലും അങ്ങനെ കട്ടി കുറഞ്ഞ വസ്ത്രം എടുത്ത് മുകൾ ഭാഗത്ത് പോയി കിടക്കുന്നതിനാ? തണുക്കാൻ വേണ്ടി. തണുത്താൽ അവർക്ക് ഉറക്കയൂല. നമ്മൾ തണുപ്പ് പോകാൻ വേണ്ടി പുതച്ച് കൂടി കിടക്കുമല്ലോ. ഇവരങ്ങനെ തണുപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നേരിയ വസ്ത്രം എടുക്കും, മുകളിൽ പോയി കിടക്കും കാറ്റുകൊണ്ട്. അങ്ങനെ തണുപ്പ് വരും. തണുപ്പ് വരുമ്പോ ഉറങ്ങൂല. ഉറങ്ങാതെ വന്നാൽ ഇബാദത്ത് ചെയ്യാൻ കഴിയും എന്നർത്ഥം. കാലത്ത് ഫാത്തിമത്ത് ബിന്തി അബിദുൽ മലിക്, അബിദുൽ മലിക്കിന്റെ മകളായ ഫാത്തിമ എന്നിവർ തൊക്കൂല് പറയാണ്, മാ അഅലമു അന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ്, തന്റെ ഭർത്താവായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങള് ഇഅ്തസല, മകാൻ കുളിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. മിൻ ജനാബത്തിൻ, വലിയ അശുദ്ധിയുടെ കാരണമുണ്ടായിട്ട്. മുൻപ് വല്ലൽ ഖിലാഫത്ത, മൂപ്പര് രാജാവായി രാജാധികാരം ഏറ്റത് മുതൽ ഒരു ജനാബത്തിന്റെ കുളിക്കുന്നതായി ഞാൻ അറിഞ്ഞിട്ടില്ല. അതുപോലും ശ്രദ്ധിക്കാതെ രാജകീയ ഭരണം മാത്രം ചിന്തി ജീവിച്ചവരല്ല, അള്ളാഹിനോട് ജീവിച്ചവരായിരുന്നു അവർ. ചൂട് കഠിനമായ സമയത്ത് മഹാനോട് നോമ്പ് നോൽക്കുമായിരുന്നു. ബദനുഹു, മഹാനവ ശരീരഭാഗം മഞ്ഞ കളറായി മാറും. താറത്ത് ചിലപ്പോ അങ്ങനെയാവും. വേറൊരു സമയത്ത് പച്ച കളറായി മാറും. ഇങ്ങനെ പച്ചയും മഞ്ഞയുമാവുന്ന രീതി വരെ മൂപ്പർ നോമ്പ് നോക്കിയത് നല്ല ചൂട് കാലത്ത്, ഉഷ്ണകാലത്ത്. നമ്മളൊക്കെ ഉഷ്ണകാലത്ത് പറയുമ്പോ എന്താ പറയുക, നോമ്പ് പറ്റാത്ത ആഴ്ച പറയും കാക്കുവാങ്ങ് നോമ്പ് എന്താവുന്നൊക്കെ. ഇവരങ്ങനെയല്ലായിരുന്നു. നല്ല ചൂടുള്ള കാലത്തിന്റെ നോമ്പ് നോറ്റ് ശരീരമാകെ മഞ്ഞായാലും പച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ വന്നപ്പോ അക്കീലും മൂപ്പരോട് ചോദിക്കപ്പെടുകയുണ്ടായി, ഇല കം ജസദ, നിങ്ങൾ എത്ര കാലം വരെ ഈ ശരീരത്തെ ഇങ്ങനെ ശിക്ഷിക്കുന്നു? ഇത് ശിക്ഷയാണല്ലോ. അപ്പൊ പറഞ്ഞപ്പോ കാല മഹാൻ പറയുന്നു, ഇന്നമാ തുലുബു റാഹത്തുവനായിമഹു,
ഈ ശരീരത്തിന് സുഖം കിട്ടാനുണ്ട്, അനുഗ്രഹം കിട്ടാനുണ്ട്, അതുവരെ ഞാൻ തോടുന്നതാണ്. അതുവരെ ഈ ദുനിയാവിൽ വെച്ച് ഞാൻ അതൊക്കെ കാട്ടിക്കൂട്ടുന്നു മഹാൻ പറഞ്ഞു. മഹാനവറുകൾക്ക് അത് ഹബറബി ബൈത്തി ഖബറൻ, തന്റെ വീട്ടിൽ കുഴി കുത്തിയിരുന്നു. ചില മഹാന്മാർ അങ്ങനെ ഇന്നും തന്റെ വീട്ടിൽ കുഴി കുത്തിക്ക, ഖബർ കുത്തിച്ചു. എന്നിട്ട് വെക്കാന എഞ്ചിന് പുല്ലലയിലെത്തിൻ എല്ലാ രാത്രിയിലും ആ കുഴിയിലൊന്ന് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയിട്ട് ആ കുഴിയിലായിട്ട് ഇബാദ് ചെയ്തുകൊണ്ട് ആ കുഴി ഇബാദത്തിന്റെ വീടാക്കി മാറ്റും. അത് സുബഹി വരെ ചെയ്തിരുന്നു. അപ്പൊ ഖബറിന്റെ ഓർമ്മ ഉണ്ട്. അവിടെ ഇബാദത്തുമായി ആ ഖബർ ശുദ്ധീകരിക്കുന്നു. അവിടെ ചിന്ത ഉഖ്റവിയ ചിന്തയായിരുന്നു. എന്നിട്ട് മഹാൻ പറയുകയാണ്, വലമ്മ അവൽത്തുൽ ഖിലാ വലമ്മ ഉഫിദത്തുൽ ഖിലാഫത്തു ഇലാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിലേക്ക് ഖിലാഫത്തിന്റെ ഭരണം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ കാന ലാ യനാമു ലൈലൻ വലാ നഹാറ, രാത്രിയും ഉറക്കില്ല, പകലും ഉറക്കില്ല. യാത്രിയാമങ്ങളിൽ പോയ എത്ര കഥകൾ ചരിത്രത്താളുകൾ കാണാൻ കഴിയും. ഭൗതിക ഭരണാധിപന്മാർ നേട്ടമായത് പറയാറുണ്ട്. വയഖൂലു, എന്നിട്ട് മഹാൻ പറയും, ഇന്നംതു ഫിൽ ലൈലി ലയ്യഅ്തു നഫ്സി, ഞാൻ രാത്രി ഉറങ്ങിയായാൽ എന്റെ ശരീരത്തിന് വേണ്ട എല്ലാവരും നഷ്ടപ്പെടുത്തിയവനായി. വൈന്നംതു ഫിന്നഹാരി ലയ്യഅ്തു റഅയ്യതി, ഞാൻ പകല് സുഖമായി ഉറങ്ങിയാലോ എന്റെ ഭരണീയർക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട കാലത്ത് നഷ്ടപ്പെട്ടു. അവരെ കുറിച്ചൊക്കെ എന്നോട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പൊ രണ്ട് നിലക്കും ഉറങ്ങാനും ശ്രമിക്കാനും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു. എന്റെ സഹോദര, നിന്റെ ആ അവസ്ഥയേക്കും നോക്കാം. ഈ കാലഘട്ടങ്ങളിലൊക്കെ വെളിപ്പെട്ടു നിൽക്കുന്ന സംഘമുണ്ട്. ഈ സംഘത്തിൽ നിന്ന് ചില ആൾക്കാരെ കൗലൊക്കെ നോക്കാം, ആലോചിച്ച് നോക്കാം. അപ്പൊ ഹറാമോ സുബഹാത്ത്, അവരിങ്ങനെ വേണ്ടാത്തൊക്കെ തിന്നണ ഹറാമ് തിന്നുന്നുണ്ട്. ഹറാമോ അല്ലാതെ തിരിച്ചറിയാൻ സുബഹന്റെ സ്വത്ത് ഭക്ഷിക്കുന്നുണ്ട്. പവർ പറയാനും അന്തസ് പറയാൻ പറ്റുന്ന വസ്ത്രം ധരിച്ച് നടക്കുകയാണ് അവർ. അങ്ങനത്തെ ചില ആൾക്കാരെ വാക്കൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവരിൽ അധിക പേരിലും എന്താണ്, ഇവരിൽ ഓരോരുത്തരും എന്താണെന്നറിയാമോ? ഇവരുടെ നാട്ടിലൂടെ വിശാലമായ അല്ലാഹു തആലാന്റെ ഔദാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെവരാണ് ഇവര് എന്ന് പറഞ്ഞാൽ ഇനി അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഹറാം ഭക്ഷിക്കുകയാണ് എങ്കിൽ ആ ഹറാമ് നമുക്കുള്ളതായിരിക്കുന്നൊരു മക്കാമുണ്ട്. ആ മക്കാമിന് എന്താവൂലെന്നറിയാമോ? ചുരുക്കം വരുത്തൂല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വിഷയങ്ങളുണ്ട്. അള്ളാന്റെ ഔദാര്യം നമുക്ക് കിട്ടിയിട്ട് നമ്മളെ തോന്നിയ ദിവസം കളിച്ചിരുന്ന എന്തായിരിക്കും ഇതൊക്കെ വാക്കുകൾ. ആരെയും ഇവരുടെ ഔദാര്യം കിട്ടി പറയാണ് നമ്മളിഞ്ഞ് അറാമ് നിന്നാലേ നമ്മളെ ഉയർന്ന പദവി നഷ്ടപ്പെട്ടു പോകില്ല. അതുപോലെ വാദം വാനം യാഹിദാലിക്ക, എന്റെ സഹോദര, ആ വാക്കൊന്ന് ഞാൻ ആലോചിച്ച് നോക്കണം. സതുപദേശം സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ നിന്റെ ശരീരത്തിനോട് നീ തർക്കിക്കണം, നിന്റെ ശരീരത്തിന് എതിരിടണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെയൊക്കെയാണ് ശരീരം നന്നാക്കി നമ്മൾ ജീവിക്കേണ്ടത്. ഈ ഘട്ടങ്ങളായിരുന്നു മഹാന്മാർ നീങ്ങിയത്. ഉയർന്ന പദവിയിലെത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടാനൊന്നും പറ്റൂല എന്നർത്ഥം. നമുക്ക് എല്ലാം ഹലാലും അനുവദനീയമാണെന്ന് കിട്ടണ്ട. അങ്ങനെയല്ല മഹാന്മാർ ജീവിച്ചത്.